ഇന്നത്തെ ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്നേഹസ്വാഗതം. നമുക്ക് ഇന്ന് മത്ത് എന്ന വാക്ക് വെച്ച് എങ്ങനെ വാക്യങ്ങൾ ഉണ്ടാക്കാമെന്ന് നോക്കാം. മത്ത് കേട്ടിട്ടുണ്ടാവും നിങ്ങൾ. മത്ത് ഹിന്ദിയിൽ കേട്ടിട്ടില്ലേ? മത്ത് എന്താ അതിൻ്റെ അർത്ഥം? അരുത്. അരുത് എന്ന് പറഞ്ഞാൽ എന്നാ? പാടില്ല എന്നുള്ള അർത്ഥം വരുന്നില്ലേ? അതാണ്. അരുത്, പാടില്ല എന്നുള്ള ഒക്കെ പറയുമല്ലോ നമ്മൾ. അങ്ങനെ ചെയ്യരുത്. അത് ഹിന്ദിയിൽ പറയുന്നത് മത്ത് എന്ന പദം ഉപയോഗിച്ചിട്ടാണ്, എന്ന വാക്ക് ഉപയോഗിച്ചിട്ടാണ്. അപ്പം ഞാനിവിടെ കുറച്ച് വാക്യങ്ങൾ എഴുതിയിട്ടുണ്ട്. നമുക്കത് എങ്ങനെ ഹിന്ദിയിലേക്ക് മാറ്റാമെന്ന് നോക്കാം. നീ തണുത്ത വെള്ളം കുടിക്കരുത്. അതെങ്ങനെ പറയും? തോ തണുത്ത വെള്ളത്തിന് എന്താ പറയുക? ठंडा पानी. ठंडा पानी. കുടിക്കരുതെന്ന് പറയുന്നത്. കുടിക്കുന്നതിന് എന്താ ഹിന്ദി വേർഡ്? പീന. അപ്പോൾ എന്ത് വരും? കുടിക്കരുത് എന്ന് പറയുമ്പോൾ മത് പീ. മത് പീ, നീ കുടിക്കരുത് അല്ലേ? നീ തണുത്ത വെള്ളം കുടിക്കരുത്. ഇനി താങ്കൾ അവിടെ പോകരുത്. എങ്ങനെ പറയും? താങ്കൾ ആപ്പ്. ആപ്പ് അവിടെ. അവിടെ എന്നുള്ള ഹിന്ദി വേർഡ് എന്താ? അവിടെ. ഉധർ. ഉധർ ഇധർ പഠിച്ചിട്ടില്ലേ? ഉധർ പോകരുത്. പോവുക എന്നുള്ളതിൻ്റെ ഹിന്ദി വേർഡ് ജാന. അപ്പം ആപ്പ് ഉധർ മത് എന്താ വരിക? ആപ്പാണ്. അപ്പം പോകരുത്. ജായേ. ജായേ. ഇനി നിങ്ങൾ കള്ളം പറയരുത്. എങ്ങനെയാ പറയുക? നിങ്ങളാണ് ആള്. സർവനാമം നിങ്ങളാണല്ലേ? അപ്പോൾ കർത്താവ് അല്ലേ? തും. നിങ്ങൾ കള്ളം പറയരുത്. എന്താ ഈ കള്ളത്തിന് എന്താ ഹിന്ദി പറയാ? ഛൂട്ട്. ഛൂട്ട് എന്ത് പറയും? പറയരുത്. പറയുക എന്നുള്ളതിൻ്റെ ഹിന്ദി വേർഡ് എന്താണ്? ബോൾന. അപ്പം പറയരുത് എന്ന് വരുമ്പോഴെന്താവും? മത് ബോൾന. ഇവിടെ നിങ്ങൾ വരുമ്പോൾ എന്താ പറയുക? തും ഛൂട്ട് മത് ബോലോ അല്ലേ? ബോലോ. ആപ്പ് എന്നാണെങ്കിൽ എന്ത് വരും? ആപ്പ് ഛൂട്ട് മത് ബോലിയേ. തൂ എന്നാണെങ്കിൽ തൂ ഛൂട്ട് മത് ബോൽ അല്ലേ? തൂ ഛൂട്ട് മത് ബോൽ എന്ന് വരും. മനസ്സിലായോ? ഇനി അടുത്തത്, നീന്താൻ അറിയാത്തവർ കുളത്തിൽ കുളിക്കരുത്. നീന്താൻ അറിയാത്തവർ എങ്ങനെ പറയാ? അതെ, ആർക്കാണോ നീന്താൻ അറിയാത്തത് അല്ലേ? തൈർന നഹീ ജാനത്തെ കിസി കോ അല്ലെ? ആർക്കാണ്? ജോ ലോഗ് തൈർന നഹീ ജാനത്തെ, അല്ലെങ്കിൽ നീന്താൻ അറിയാത്തവർ എന്താ പറയുക? തൈർന നഹീ ജാനത്തെ. തൈർന നഹീ. അതെ, നീന്താൻ അറിയാത്തവർ ജാനത്തെ. ജാനിനെ അറിയുക അല്ലേ? ജാനത്തെ. വേ അവരെന്ത് എവിടെ പോണ്ട? അറിയാത്തവർ. വേ താലാബ്. കുളത്തിന് എന്താ പറയുക? താലാബ്. താലാബ്. കുളത്തിൽ കുളിക്കരുത് എന്നാണ് പറയുന്നത്. അന്നേരം എന്താ പറയുക? താലാബ് മേ നഹാന മത് അല്ലേ? മത് നഹാന. മത്
നഹാന. കുളിക്കരുത് അല്ലേ? തൈർനാ നഹീ ജാൻതേ, നീന്താൻ അറിയാത്തവർ എന്താ കുളത്തിൽ കുളിക്കരുത്. മത് നഹാന, അല്ലെങ്കിൽ എന്താ പറയും? നഹാന മത്, അങ്ങനെയും പറയും കേട്ടോ. മത് നഹാന അല്ലെങ്കിൽ നഹാന മത്. നീ വണ്ടി ഓടിക്കരുത്. എങ്ങനെ പറയാ? തൂ വണ്ടിക്ക് എന്നാ പറയാ? ഗാഡി മത് ഓടിക്കരുത്. ഓടിക്കുന്ന എന്നാ പറയാ? വണ്ടി ഓടിക്കുക. മത് ചല, വണ്ടി ഓടിക്കരുത്. മത് ചല. ഇനി ഹെൽമെറ്റ് ഇല്ലാതെ യാത്ര ചെയ്യരുത്. എങ്ങനെ പറയാ? ഹെൽമെറ്റ് കേ ബിന. ഹെൽമെറ്റ് അല്ലേ? ഇത് ഇംഗ്ലീഷ് വേർഡാണ്. ഹെൽമെറ്റ് കേ ബിന. ഹിന്ദിയിൽ ധാരാളം മറ്റു ഭാഷകളിലുള്ള വാക്കുകളുണ്ട്. അറബി വാക്കുണ്ട്, പിന്നെ സംസ്കൃത വാക്കുണ്ട്, ഇംഗ്ലീഷ് വാക്കുണ്ട്. അങ്ങനെ കുറേ അന്യ ഭാഷകൾ ഇതിൽ വരുന്നുണ്ട് ഹിന്ദിയിൽ. അപ്പം അതുപോലെ ഒരു ഇതാണ് ഹെൽമെറ്റ്. ഹെൽമെറ്റ് കേ ബിന യാത്ര ചെയ്യരുത് അല്ലേ? യാത്ര ചെയ്യരുത്. എങ്ങനെ പറയാ? കർണ, ചെയ്യുക. അപ്പോൾ അരുത് എന്താ പറയും? മത് കരോ. ഹെൽമെറ്റ് കേ ബിന യാത്ര മത് കരോ. തൂ ഗാഡി മത് ചല. തൈർനാ നഹീ ജാൻതേ വേ. തൈർനാ നഹീ ജാൻതേ, നീന്താൻ അറിയാത്തവർ അല്ലേ? അവർ താലാബ് മേ മത് നഹാന, കുളത്തിൽ കുളിക്കരുത്. ഇനി ആരെയും കുറ്റം പറയരുത്. ആരെയും എങ്ങനെ ഹിന്ദി പറയാം? പഠിച്ചിട്ടുണ്ട് അല്ലേ? കിസിക്കോ പഠിച്ചിട്ടില്ലേ? കിസിക്കോ എന്ത് ചെയ്യരുത്? കുറ്റം പറയരുത്. കുറ്റത്തിന് എന്താ ഹിന്ദി പറയാ? ദോഷം പറയാം അല്ലേ? ദോഷം പറയാം. കിസിക്കോ ദോഷ് പറയുക. എങ്ങനെയാ? കഹന അല്ലേ? അപ്പം മത് അല്ലെങ്കിൽ കഹന മത്, അല്ലെ മത് കഹന അല്ലെ കഹന മത്. അപ്പം പറയരുത് എന്നാണ്. അപ്പം കഹന മത്. ഇനി ആരെയും ഉപദ്രവിക്കരുത്. എങ്ങനെയാ പറയാ? കിസിക്കോ ഉപദ്രവിക്കുക എന്ന് പറഞ്ഞാൽ തങ്ക് കർണ എന്ന് പറയും. ഉപദ്രവിക്കുന്നതിന് ഹിന്ദി വേർഡ്. അപ്പോൾ കിസിക്കോ ഉപദ്രവിക്കരുത്. ചോട്ട് ലഗാനാന്ന് പറഞ്ഞാൽ എന്താ? മുറിവേൽപ്പിക്കരുത്. ഇവിടെ എന്ത് പറയാം? കിസിക്കോ തങ്ക് കർണ മത് അല്ലേ? തങ്ക് മത് കർണ എന്നും പറയും കേട്ടോ. തങ്ക് മത് കർണ, ആരെയും അല്ലെങ്കിൽ തങ്ക് കർണ മത്. ആരെയും ഉപദ്രവിക്കരുത്.
അല്ലെങ്കിൽ മത്ത് കർണ, കിസിക്കോ തങ്ക് മത്ത് കർണ. ഇനി മാതാപിതാക്കളെ വേദനിപ്പിക്കരുത്. അതെങ്ങനെ പറയാം? മാതാപിതാക്കളെ മാതാപിതാക്കോ പിതാക്കോ എന്ത് ചെയ്യാൻ പാടില്ല? വേദനക്ക് ദർദ് എന്ന് പറയും. ഇവിടെ വേദനയും ദുഃഖവും എല്ലാം ഒന്ന് തന്നെയാണല്ലേ. അപ്പോൾ എന്ത് പറയാം? ദുഃഖ് 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 മത് പഹുഞ്ചാവോ. ചന്ദ്രകലാബിന്ദി. ഇനി പഴകിയ ഭക്ഷണം കഴിക്കരുത്. അതെങ്ങനെ പറയാം? ഭക്ഷണത്തിന് ഖാന. പഴകിയ എന്ന് പറഞ്ഞാൽ എന്താ? ഭാസി അല്ലേ? ഭാസി ഖാന. പഴയ ഭക്ഷണം കഴിക്കരുത്. ഭക്ഷണത്തിന് ഭോജൻ എന്നും പറയും അല്ലേ. കുറേ വേർഡുണ്ട്, ഇഷ്ടംപോലെ വാക്കുകളുണ്ട്. അപ്പം ഭാസി ഖാന കഴിക്കരുത്. മത്ത് ഖായേ മത്ത് ഖായേ. അല്ലെങ്കിൽ എന്തും പറയാം? ഭാസി ഭോജൻ മത്ത് ഖായേ. ചീത്തയായ പഴകിയ ഭക്ഷണങ്ങൾ കഴിക്കരുത്. ഭക്ഷണം കഴിക്കരുത്. അപ്പം അരുത് എന്നുള്ള അർത്ഥം വരുന്ന പദം ഉപയോഗിച്ച് നമ്മൾ വാക്യങ്ങൾ എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് മനസ്സിലാക്കി. അപ്പോൾ ഇതുപോലെ നിങ്ങൾ സ്വന്തമായിട്ട് വാക്യങ്ങൾ ഉണ്ടാക്കി പഠിക്കണം. അപ്പം ഇതും ഒരു വ്യാകരണമാണ്. മത്ത് കാ പ്രയോഗ മത്ത്. അപ്പം ഇതിൻ്റെ അർത്ഥം മനസ്സിലായി. അപ്പോൾ ഇതോടെ എങ്ങനെ പ്രയോഗിക്കുക എന്നും നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. അപ്പം ഇന്നത്തെ ക്ലാസ് ഇവിടെ ഞാൻ നിർത്തുകയാണ്. വല്ല സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാവുന്നതാണ്. അപ്പോൾ ഇതുപോലെ തന്നെ നിങ്ങൾ വേറെ വാക്കുകൾ ഉണ്ടാക്കി പഠിക്കണം. താങ്ക് യു ഫോർ വാച്ചിങ്. താങ്ക് യു.